മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വല്ലാതെ പൊട്ടിക്കരയുകയാണോ. അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോ വല്ലാതെ പ്രയാസം തോന്നുകയാണ്. കാരണം വലിയ ധൈര്യശാലിയാണ് കരയുന്നത്, എല്ലാവർക്കും പേടിയാണ്. അങ്ങനത്തെ ഉമർ വല്ലാതെ കരയുമ്പോൾ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ ചോദിക്കുന്നു, ഉമറേ നീ എന്തിനാണ് കരയുന്നത്? ഉമറേ എന്താണ് നിന്റെ മനസ്സിലുള്ള പ്രയാസം എന്ന് ചോദിക്കുകയാണ്. അവിടുന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളോ വലിയ ധീരനാണോ, ആളുകൾ കണ്ടാ പേടിക്കുന്നയാളാണോ? അതേ ഒരേ വഴിയിൽ അതാ ഇബ്ലീസും ഉമർ തങ്ങളും ഇബ്ലീസ് പോലും പേടിച്ചുകൊണ്ട് മറ്റൊരു വഴിയിലൂടെ പോകുമെന്ന ചരിത്രം നമുക്ക് മുന്നിൽ വരണമാണോ? അങ്ങനത്തെ ഉമർ തങ്ങളെ കരയുമ്പോൾ ഹബീബായ തങ്ങൾക്ക് വലിയ പ്രയാസം തോന്നുകയാണോ, വലിയ ബുദ്ധിമുട്ട് തോന്നുകയാണോ? അവിടുന്ന് ഉമർ തങ്ങളോട് ചോദിക്കുകയാണ്, ഉമറേ നീ എന്തിനാണ് വല്ലാതെ കരയുന്നതെന്ന് ചോദിച്ചോട് അവിടുന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് കണ്ടിട്ട് അവന്റെ ആവലാദുകൾ പറഞ്ഞുകൊണ്ട് അവൻ ചെയ്തതായ പാപങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടു നബിയേ. ആ കേട്ടപ്പോൾ അറിയാതെ കരഞ്ഞു പോയതാണ് നബിയേ. അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുകയാണോ. ഉമർ തങ്ങൾ കരയണമെങ്കിലോ, ഉമർ തങ്ങൾ പ്രയാസപ്പെടണമെങ്കിലോ എന്ത് വലിയ അപരാധമാണോ, എന്ത് വലിയ തെറ്റാണ് ആ ചെറുപ്പക്കാരൻ ചെയ്തതെന്നറിയാൻ വേണ്ടിയിട്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ ആ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ടുവന്നപ്പോൾ അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ ആ ചെറുപ്പക്കാരൻ വിതുമ്പിക്കൊണ്ട് കരയുകയാണോ, പൊട്ടി കരയുകയാണോ. ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണോ, നീ എന്ത് തെറ്റാണ് ചെയ്തത്, എന്റെ ജീവിതത്തിൽ നീ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിച്ചതോട് അവിടുന്ന് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, യാ അല്ലാഹുവിന്റെ പ്രവാചകരെ എന്റെ ജോലി എന്തെന്നറിയുമോ, എന്റെ ജോലി എന്താണെന്നറിയുമോ? ആരെങ്കിലും എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അവന്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ കൂടും. അവന്റെ ജനാസ കുളിപ്പിക്കുന്നതിലും അവന് കഫൻ ചെയ്യുന്നതിലും അങ്ങനെ മരണ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ എല്ലാ കാര്യങ്ങളിലും ഞാൻ സജീവമായി പങ്കെടുക്കും. അവസാനം പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി വെക്കുന്നതിന് പോലെ എന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും നബിയേ. അവസാനം എല്ലാവരും പിരിഞ്ഞു പോയാൽ, പള്ളിക്കാട്ടിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോയാൽ, എല്ലാവരും പിരിഞ്ഞു പോയാൽ ഞാൻ പോകാൻ അവനെ തന്നെ നിൽക്കും നബിയേ. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോയി എന്ന് ഉറപ്പായാൽ ആ മയ്യത്തിന്റെ മുകളിൽ അതാ മയ്യത്തിന്റെ കബറിന്റെ മുകളിൽ അതാ ഒരടയാളം വെച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണോ. ആ മയ്യത്തിന്റെ മുകളിൽ ആ കബറിന്റെ മുകളിൽ ഒരടയാളം വെക്കുകയാണ് നബിയേ. അങ്ങനെ പാതിരാത്രിയിൽ നിന്ന് പാതിരാത്രി സമയത്ത് ഞാൻ കബറിസ്ഥാനിലേക്ക് വരികയാണോ. ആ കബറങ്ങ് മാന്തുകയാണ്. ആ കബറങ്ങ് മാന്തിയിട്ട് വലിയ കഫൻ പുടവയുണ്ടല്ലോ, ആ കഫൻ പുടവ അടിച്ചെടുത്തുകൊണ്ട് ആ കബറുകളെല്ലാം നേരാവണ്ണം മൂടി ആ കഫൻ പുടവ കഴുകിക്കൊണ്ട് ഞാൻ ചന്തയിൽ പോയി വിൽപ്പന നടത്തും. ഇതാണ് എന്റെ ജോലി നബിയേ. അല്ലാഹ് എനിക്ക് പുറത്തു വരുമോ? ആ ചെറുപ്പക്കാരൻ പൊട്ടിക്കൊണ്ട് കരയുകയാണോ, അല്ലാഹ് എനിക്ക് പുറത്തു തരുമോ നബിയേ? ഇത്ര വലിയ അപരാധം ചെയ്തതുകൊണ്ട് അല്ലാഹ് എനിക്ക് പുറത്തു തരുമോ? പള്ളിക്കാട്ടിലുള്ളതായ പലരും പലരുമരാണ് നബിയേ. അല്ലാഹ് എനിക്ക് പുറത്തു തരുമോ? അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹ് നിനക്ക് പുറത്തു തരുമെടാ, അല്ലാഹ് നിനക്ക് പുറത്തു തരുമെന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരൻ വല്ലാതെ കരയുകയാണോ, വല്ലാതെ പൊട്ടി കരയുകയാണോ.
മണ്ണതാ തലയിൽ വാരിയിട്ടുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണോ? അഷ്റഫുൽ ഖൽഖായ തങ്ങൾ ചോദിക്കുകയാണ്, എന്തിനാണ് പിന്നെയും നീ കരയുന്നത്? അല്ല നിനക്ക് പുറത്തു വരുമെന്ന് പറഞ്ഞതല്ലേ, പിന്നെന്തിനാണെടാ നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഒരാളും ദുനിയാവിൽ ഒരാളും ചെയ്യാതെ തെറ്റ് ചെയ്തു പോയി നബിയേ, വലിയ പാപം ചെയ്തു പോയി നബിയേ. അഷ്റഫുൽ ഖൽഖായ തങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് നീ ഇത്രയും വലിയ തെറ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ നാട്ടിലൊരു സ്വാലിഹായ പെണ്ണുണ്ടായിരുന്നു, നല്ല കാണാനഴകുള്ള നല്ല സ്വാലിഹായ പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് മരണപ്പെട്ടു പോയപ്പോ ആ പെണ്ണിനെ കുളിപ്പിച്ചു നബിയെ, കഫം ചെയ്തു നബിയെ, എല്ലാ കാര്യങ്ങളിലും ഞാനും പങ്കെടുത്തു നബിയെ. അവസാനം പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി നബിയെ. ആ പള്ളിക്കാടിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോയി നബിയെ, എല്ലാ ആളുകളും പിരിഞ്ഞു പോയി നബിയെ. അവസാനം ഞാൻ ആ ഖബറിന്റെ മുകളിൽ ഒരടയാളം വെച്ചു നബിയെ, ഒരടയാളം വെച്ചുകൊണ്ടതാ വീട്ടിലേക്ക് നടന്നുപോയി. അതിരാത്രിയുടെ യാമങ്ങളിലതാ ഒരാളുമില്ലാതെ ഉറപ്പുവരുത്തി. പാതിരാത്രിയുടെ യാമങ്ങളിലതാ ആ പള്ളിക്കാട്ടിലേക്ക് നടന്നു വരികയാണോ? ആ ഖബർസ്ഥാനിൽ എത്തിയപ്പോൾ അടയാളം വെച്ചതായ ഖബറുണ്ടല്ലോ, പെണ്ണിന്റേതായ ഖബറുണ്ടല്ലോ, ആ ഖബറങ്ങ് കുടിക്കുകയാണോ? ആ ഖബറങ്ങ് കുടിച്ചിട്ടതാ ആ പെണ്ണിന്റെ ശരീരത്തിലുള്ളതായ കഫൻ പുടവയുണ്ടല്ലോ, ആ കഫൻ പുടവ മരിക്കുകയാണോ? ആ കഫൻ പുടവ മരിച്ചുകൊണ്ടതാ ഖബറിയതാ സ്ഥായിതാ പോലെ മൂടുകയാണോ? അതായതാ പോലെ മൂടുകയാണോ? എന്നിട്ടതാ മീസാൻ കല്ലിന്റെയും മൈലാഞ്ചി ചെടിയുടെ ഇടയിലൂടെ നടന്നു പോവുകയാണ്. പാതിരാത്രിയുടെ ആ മണ്ണിലതാ ആ കഫൻ പുടവയുമായിട്ടതാ മൈലാഞ്ചി ചെടിയുടെ ഇടയിലേക്ക് നടന്നു പോകുമ്പോൾ കുറച്ചു ദൂരമെത്തുമ്പോ പെണ്ണിന്റെ ശരീരം എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു നബിയേ. ആ പെണ്ണിന്റെ ശരീരം അതാ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു നബിയേ. ഞാൻ വീണ്ടും ഖബർസ്ഥാനിലേക്ക് നടന്നു പോവുകയാണോ? ആ ഖബറിന്റെ ചാരത്തേക്ക് നടന്നു പോയി നബിയേ. ആ ഖബറങ്ങ് കുഴിക്കുകയാണോ? വീണ്ടും ആ ഖബറങ്ങ് കുഴിക്കുകയാണോ? ആ പെണ്ണിനെ കയറി പിടിക്കുന്നു നബിയേ. ആ പെണ്ണിനെ വ്യഭിചരിച്ചു പോകുന്നു നബിയേ. അല്ലാഹ് എനിക്ക് മാപ്പ് നൽകുമോ? എനിക്ക് മാപ്പ് നൽകുമോ എന്ന് പറയുമ്പോൾ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ബോധരഹിതനായി കൊണ്ട് വീഴുകയാണ്. ബോധരഹിതനായി കൊണ്ട് വീഴുകയാണ്. അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടി കരയുകയാണ്. അവിടുത്തെ കൈകാലുകൾ വിറക്കുകയാണ്. അവിടുത്തെ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരാളും ചെയ്യാത്ത വലിയ അപരാധമാണല്ലോ ചെയ്തു പോയത്. അല്ലാഹ് എനിക്ക് മാപ്പ് നൽകുമോ? എനിക്ക് പുറത്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറയുകയാണ്, അല്ലാഹുവിനോട് പുറത്ത് ചോദിക്കുക, അല്ലാഹുവിനോട് ദുആ ചെയ്യുക, അല്ലാഹുവിനോട് നീ ചെയ്തതായ പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക എന്ന് അഷ്റഫുൽ ഖൽഖായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണുകളുമായി ആ ചെറുപ്പക്കാരനോട് പറയുകയാണ്. എന്റെ മുന്നിൽ ഇരിക്കുന്ന സഹോദരന്മാരോട് പറയുകയാണ്, സഹോദരിമാരോട് പറയുകയാണ്, എത്ര വലിയ അപരാധമൊന്നും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളോ, എത്ര വലിയ അപരാധങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളോ. അല്ലാഹുവിനോട് നമ്മൾ പുറത്തിറങ്ങി ചോദിക്കണോ, അല്ലാഹുവിനോട് തൗബ ചെയ്യണം, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കണോ. നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും അല്ലാഹുവിന്റെ മുന്നിലേക്ക് പറഞ്ഞുകൊണ്ട്, നമ്മൾ ചെയ്തു പോയ എല്ലാ അപരാധങ്ങളും അല്ലാഹുവിന്റെ മുന്നിലേക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്മാറാൻ നിൽക്കണോ. നമ്മൾ ഒരു തെറ്റും ചെയ്യില്ല എന്ന് നമ്മൾ ദൃഢനിശ്ചയം ചെയ്യണോ. അല്ലാഹു പൊറുക്കുന്നവനാണ്, അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു പൊറുക്കുന്നവനാണ്. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അല്ലാഹു തരുന്നവനാണ്.